നാണ്യവിളകളുടെ കടന്നുവരവോടെ ഇടുക്കിയിൽ അന്യം നിന്നുപോയ നെൽകൃഷിക്ക് പുതുജീവനേകി ഇടുക്കി പോത്തേൻകണ്ടം SNUP സ്കൂളിലെ വിദ്യാർത്ഥികൾ. മാതൃഭൂമി സീഡിന്റെ പഴയ കതിർ പുതിയ കൈകളിൽ എന്ന പദ്ധതിയുടെ ഭാഗമായി എത്തിച്ചു നൽകിയ നെൽവിത്തുകളാണ് കുട്ടികൾ വിതച്ചത്. പ്രദേശത്തെ കർഷകനായ ടോമിയുടെ സഹായത്തോടെയാണ് കുട്ടികളുടെ കൃഷി. നിൽക്കും മണ്ണില് മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരെ. തെയ്യകത്തും തെയ്യകത്തും തെയ്യകത്തെയ്യകത്തെയ്യകത്തും. ഒരു കാലത്ത് ഹൈറേഞ്ചിൽ നെൽകൃഷിയും വ്യാപകമായിരുന്നു. അന്നത്തെ ഇടുക്കിയുടെ നെല്ലറകളിലൊന്നാണ് പോത്തിൻകണ്ടവും. എന്നാൽ നെൽപ്പാടങ്ങൾ പലതും ഇന്ന് നാണ്യവിള തോട്ടങ്ങളായി മാറി. അങ്ങനെ നെൽകൃഷി മറന്നുപോയ ഹൈറേഞ്ചുകാരെ പഴയകാലം ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പോത്തിൻകണ്ടം SNUP സ്കൂളിലെ ഈ കുട്ടിക്കർഷകർ. ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി നെല്ല് കൃഷി. ഞങ്ങൾ ഇപ്പോൾ എന്നും നെൽകൃഷി ചെയ്യണമെന്ന് ഒരാഗ്രഹത്തോട് വന്നിരിക്കുകയാണ്. ഈ പാടമെല്ലാം തരിശുഭൂമിയാക്കുകയാണ് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ ഇത്ര രസമുള്ള ഒരു കാര്യമാണ് കൃഷി എന്നത് ഞങ്ങൾക്കിപ്പോഴാണ് മനസ്സിലായത്. മാതൃഭൂമി സീഡിന്റെ പഴയ കതിർ പുതിയ കൈകളിൽ എന്ന പദ്ധതിയുടെ ഭാഗമായി എത്തിച്ചു നൽകിയ വിപണിയിൽ ഇന്ന് സുലഭമല്ലാത്ത നാടൻ നെൽവിത്തുകളാണ് കുട്ടികൾ പാടത്ത് വിതച്ചത്. കുട്ടിക്കർഷകർ ഏറെ ഉത്സാഹത്തോടെയാണ് നെൽകൃഷി ഏറ്റെടുത്തത്. പണ്ട് കാലത്ത് എല്ലാം പാടമൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. നമ്മുടെ പോത്തിൻകണ്ടം എന്ന പേര് ഈ സ്ഥലത്തിന് വന്നതന്നെ ഇവിടെ ഇഷ്ടം പോലെ പാടമായിരുന്നു. പണ്ട് എല്ലാം പോത്തിനെ കൊണ്ട് ഒഴിപ്പിച്ച് കൃഷി ചെയ്തിരുന്നതാണ്. എന്നാൽ ഇന്നത്തെ ഈ തലമുറയ്ക്ക് എന്താണ് നെൽകൃഷി എന്നതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഇത് കുട്ടികൾക്ക് ഒരു നേരെ അനുഭവമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പദ്ധതി തുടങ്ങിയത്. പുസ്തകത്തിലെ മാത്രമല്ല, മണ്ണിന്റെ പാഠങ്ങൾ കൂടി അറിയാനാണ് കുട്ടികളുടെ ശ്രമം. കുട്ടിക്കർഷകർക്ക് പൂർണ്ണ പിന്തുണയുമായി അധ്യാപകരും നാട്ടുകാരും ഒപ്പമുണ്ട്. നന്മയുടെ നെൽവിത്തുകൾ നൂറുമേനി വിളവ് നൽകുമെന്ന് തന്നെയാണ് ഈ കുരുന്നുകളുടെ പ്രതീക്ഷ. മാതൃഭൂമി ന്യൂസ്, കുമളി.